ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഡോറയുടെ സ്വന്തം വീടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഡോറയുടെ സ്വന്തം വീട്. ഇവിടെ നിന്നാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലാം. ഇതിലേക്കൂടെയും വഴിയുണ്ട്, അതുപോലെ തന്നെ ഇതിലേക്കൂടെ വഴിയുണ്ട്. ഇതിലെയാണ് നമ്മൾ ഇറങ്ങി പോകുന്ന, വണ്ടി വെച്ചിരിക്കുന്നത് അവിടെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലേക്കൂടെ ഇറങ്ങി പോകുന്നത്. കണ്ടില്ലേ, ഇതാണ് ഡോറയുടെ വീട്ടിലോട്ടുള്ള വഴി എന്ന് പറയുന്നത്. ചില ആൾക്കാർ പറഞ്ഞു ഭയങ്കര പ്രഹസനമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ അടുത്ത്. സംഗതി ഇതാണ് വഴിയുടെ അവസ്ഥ. ഡോറയ്ക്ക് ഇതിലേക്കൂടെ നടക്കാൻ പറ്റില്ല. നമ്മൾ കാലുപൊക്കി അടിച്ച് നടക്കുന്ന കണക്ക് ഇതിലേക്കൂടെ ഡോറയ്ക്ക് നടക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇതാണ് വഴി. അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, കുറേ ആൾക്കാർ നമ്മളെ കുറ്റം പറഞ്ഞു. ആവുന്നിടത്ത് പോയാൽ പോരെ, ആവുന്ന പണിക്ക് പോയാൽ പോരെ. സ്വന്തം വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഡോറയുടെ സ്വന്തം വീട് തന്നെ ഇതാണ്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോകാനായിട്ട് എല്ലാവരും റെഡിയായി ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ ഹോം ടൂർ ചെയ്യണം എന്ന് വിചാരിച്ചതാണ്ട്. സാവിത്രിയമ്മ ആര്യതാണ്ട് നമ്മുടെ ഗബ്രൂട്ടൻ്റെ തുണിയും പറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെല്ലാം ഇറങ്ങാനായിട്ട് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പോഴാണ് ഓർത്തത് ഹോം ടൂർ ചെയ്തില്ലല്ലോ. അപ്പോൾ എന്തായാലും വീടിനകവും കൂടി ഒന്ന് കാണിക്കാവേ. മനസ്സിലായില്ലായിരുന്നു. ആദ്യമേ നമ്മൾ ഹാളിലേക്ക് കയറി. ഇതേണ്ടേ, ഇതാണ് ഡോറയുടെ വീട്ടിൽ. ഇത് ഡോറയുടെ പഴയ ഫോട്ടോ ആണ്. കണ്ടില്ലേ, അത് പഴയ ഫോട്ടോ. ഇത് ഡോറയുടെ ചേട്ടൻ്റെ കല്യാണ സമയത്തുള്ള ഫോട്ടോസൊക്കെയാണ്. ഡോറയുടെ അച്ഛൻ്റെയോ? ഇത് ഡോറയുടെ അച്ഛനും അമ്മയാണ്. ഇത് ഡോറയുടെ ആങ്ങളയുടെ മകനാണ്. ഇതാണ് ഡോറയുടെ അച്ഛൻ്റെ, അതായത് സോമനച്ഛൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് ഇന്നലെ ഇതിനകത്തൊക്കെ ഗബ്രൂട്ടൻ കിടന്ന് ഉറങ്ങിയത്. അച്ഛൻ്റെ മുണ്ട്, ഈ മുണ്ട് നല്ല സ്ട്രോങ് മുണ്ടായിരുന്നേ. ഈ മുണ്ട് ഇന്നലെ ഈ മുതുക്കി തള്ള കയറി ഇരുന്നിട്ട് ഈ തള്ളയെ ആട്ടി ഉറക്കാൻ വേണ്ടി ഈ മുതുക്കൻ ഇരുന്ന് ആട്ടി അത് കീറിക്കളഞ്ഞു. ഇനി മിണ്ടരുത്, നീ മിണ്ടരുത്. ഞാനുണ്ടായിരുന്നു. ഇത് ഡോറയുടെ ബ്രദറിൻ്റെ റൂമാണ്. ഇതിലാണ് ഞാനും സെയ്തും കിടന്നത്. പിന്നെ കണ്ടില്ലേ, ഇതാണ് റൂം. അടുത്ത റൂം ഡോറ. ഇതാണ് നമ്മുടെ ഡോറയുടെ സ്വന്തം റൂം. ഇതൊന്നും എനിക്കറിയില്ല കേട്ടോ, പറഞ്ഞു തരുമ്പോഴേ എനിക്ക് മനസ്സിലാവുന്നത്. ഇതിപ്പോൾ അല്ലിക്കുട്ടൻ്റെ റൂമാണ്. അല്ലിക്കുട്ടൻ്റെ തൊട്ടിലാണെന്ന് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത് റൂം. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തോട്ടാണ്. ഇതാണ് ഡോറയുടെ വീട്ടിലെ ബാത്റൂം. കണ്ടില്ലേ, പിന്നെ ഇതാണ് ഡോറയുടെ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം, അച്ഛൻ്റെ അമ്മയുടെ ബെഡ്റൂം. ഓക്കെ, കണ്ടല്ലോ. ഇനി നമ്മൾ കയറുന്നത് അടുക്കളയിലേക്കാണ്. ഇതാണ് ഡോറയുടെ വീട്ടിലെ അടുക്കള. ഇതിപ്പം ഞങ്ങളുടെ കൂടെ അമ്മ വരുന്നതുകൊണ്ട് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ഇട്ടേക്കുന്നത്. അമ്മ ഇനി ഞങ്ങളുടെ കൂടെ മുതലക്കുടം പള്ളി വരെ വന്നിട്ട് അമ്മ വന്ന് ഇതെല്ലാം ഒതുക്കും. പാത്രം എല്ലാം കഴുകാൻ വെച്ചേക്കാണ്. അതമ്മ ഞങ്ങളുടെ കൂടെ മുതലക്കുടം പള്ളി വന്നിട്ട് എല്ലാം ഒതുക്കും. അതിന് നീ എന്തിനാ മൊബൈലും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്? കാണിക്കാം. ഡോറ് തുറന്നിട്ടുള്ള നമ്മുടെ പ്രത്യേകം സെയ്തിൻ്റെ അഭ്യർത്ഥന മാനിച്ചമ്മേ. കണ്ടല്ലോ, ചെരുപ്പില്ല. അല്ല, അത് ഇറങ്ങുമ്പോൾ നമുക്ക് കാണിക്കാം. ഇതാണ് ബാക്ക് വ്യൂ. ഞാൻ വാതിൽ തുറന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു നീല പാൻറ്റും ഒരു ചുരിദാറുമാണ് കാണുന്നത്. നീല പാൻറ്റ്, അമ്മയുടെ പാൻറ്റ്. ഇവൻ്റെ ആര് നോക്കി? ഇവൻ്റെ നോക്കിയ മൊത്തം തുന്നി തയ്ച്ച് വെച്ചിരിക്കുന്ന പാൻറ്റ്. അവിടെ ഇവിടെ എല്ലാം പാച്ച് വർക്ക് ചെയ്തേക്കുന്ന പാൻറ്റാ. അതെ. അപ്പോൾ ഇതാണ് ഡോറയുടെ പരിസരം ഫുള്ള്. ഇത് ഡോറയുടെ അച്ഛനും ഡോറയുടെ 2 അനിയന്മാരും കൂടെ ചേർന്ന് സ്വന്തമായി കുത്തിയ കിണറാണ്. കണ്ടില്ലേ, വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കുത്തിയ കിണറാണ്. ഇതാണ് പരിസരവും കാര്യങ്ങളൊക്കെ. ഡോറയുടെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളാണ് ഇതൊക്കെ. കണ്ടല്ലോ, ഇതാണ് ബാക്ക് വ്യൂ. കണ്ടില്ലേ, നല്ല കുന്നും പ്രദേശമാണ്. അത് മലകൾ കണ്ടില്ലേ, ഫുള്ള് മലകളാൽ ചുറ്റപ്പെട്ട ഒരു കുന്നും പ്രദേശമാണ്. ഇതിന് ചുറ്റും മലകളാണ് കേട്ടോ. ഈ വീടിന് ചുറ്റും, ഈ വീടെന്നല്ല, ഈ പ്രദേശത്തിന് ചുറ്റും മലകളാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന
ആ ഉണ്ടാക്കുന്ന കുരു എടുക്കുന്ന മരം, അതിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയൊരു ഹോം ടൂറ്. കാണിച്ചു കാണിച്ചു കാണിച്ചു. ആ അതവിടെ പിന്നെ അച്ഛൻ്റെ കുറച്ച് കൃഷികളുണ്ട് കേട്ടോ, കാണിച്ച് കണ്ടില്ലേ. അച്ഛൻ്റെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇതേ ഒരു കുഞ്ഞൻ പ്ലാവിൽ ചക്ക പിടിച്ചിരിക്കുന്നുണ്ടാ, ഒരു കുഞ്ഞിക്ക പ്ലാവിൽ ചക്ക പിടിച്ചിരിക്കുന്നു. ഓക്കെ ഉണ്ടാ കണ്ടാ, ഒരു കുഞ്ഞിക്ക പ്ലാവിൽ ചക്ക പിടിച്ചിരിക്കുന്നു. മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശം. ആഹാ, മായാവി ഇപ്പോൾ കുറച്ച് ചില്ലറ പറക്കി കേട്ടോ, കുറച്ച് ചില്ലറ പറക്കിയില്ല, പാൻറ്റിൽ പൊടിയിരിക്കുന്നതേ ഉള്ളൂ ചില്ലറ പറക്കാൻ പോയതിൻ്റെ. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ഹോം ടൂറ്, ഡോറയുടെ ഹോം ടൂറാണ്. ആ ഡോറയുടെ വീടിൻ്റെ ഹോം ടൂറ്. ഡോറയുടെ വീടിൻ്റെ സ്വന്തം വീട്. ഞാൻ കുഴപ്പമില്ല, നല്ല അടിപൊളി സന്തോഷം. കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഡോറ ചേച്ചിയും ലുട്ടാപ്പിയും കൂടെ ഒരുമിച്ച് വന്ന ഒരു അസുലഭ നിമിഷമാണ്.